കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. എല്ലാവരും കാത്തിരുന്ന ഫ്ലട്ടർ ചലഞ്ച് വരാണ്. കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്യൂട്ടോറിയൽ സീരീസുമായിട്ട് വരികയാണ്. ഓൾറെഡി ഞാൻ ലൈവിൽ അനൗൺസ് ചെയ്ത കാര്യമാണ് ഫ്ലട്ടർ ആൻഡ്രോയിഡ് ആൻഡ് iOS ഡെവലപ്മെന്റ്. ഞാൻ ലൈവിൽ ആൻഡ്രോയിഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. എന്നാൽ നമ്മൾ ആൻഡ്രോയിഡും iOS ആപ്ലിക്കേഷനും ഒരുമിച്ച് ഫ്ലട്ടർ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ ഒരുപാട് പേര് ഫ്ലട്ടർ സീരീസും കാര്യങ്ങളും ട്യൂട്ടോറിയലൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്യരുത്. കിഡിലെ സീരീസാണ് പ്രാവശ്യം. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസ് ആകുമ്പോൾ നിങ്ങളതിൽ ബേസ് തൊട്ട് ഫുള്ള് പഠിക്കുന്നുള്ള കാര്യം. 1-2 പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് നല്ല ലെവലിൽ പഠിക്കുകയും അതൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പ് സ്റ്റോറിലൊക്കെ കയറ്റി എല്ലാവർക്കും ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ട് നമ്മൾ റിലീസ് വരെ ചെയ്യുന്ന അറിയാമല്ലോ. ഈ ഒക്ടോബർ 20th നമ്മൾ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിലീസ് ചെയ്യണത്. നമ്മൾ ഏകദേശം ഒരു 30 ദിവസമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ 30ഓളം വീഡിയോ റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പാട്ടായിട്ട് 1 മാസം കൊണ്ട് തീർക്കാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങൾ 2 ഫുൾ പ്രൊജക്റ്റും ചെയ്യും. ബേസിക് തൊട്ട് കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കയറി നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് വേറെ തരും. ആ ലിങ്കിൽ കയറുക. അല്ലെങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് നേരെ ടെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പിലോട്ട് കയറാൻ പറ്റും. അവിടെയാണ് നിങ്ങൾക്കുള്ള ഫ്രീ സപ്പോർട്ട്. നമ്മളിത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വരും. ഉറപ്പാണ് ഇത് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ സംശയം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരാനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ഇറങ്ങുന്ന എല്ലാ ദിവസവും ഒരു ഫ്രീ 1 hour സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് കയറുക. അവിടെ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. നമ്മുടെ ടീം എല്ലാവരും അവിടെ ഉണ്ടാവും. അതുപോലെ 24/7 എന്നുള്ള രീതിയിൽ ഒരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് ഉണ്ട്. അതും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് കാണാം. അതിലൊക്കെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരും. ഈ 6 മാസത്തെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം കാണും, ഫ്ലട്ടറിന് മാത്രമാണോ? അല്ല, നമ്മളെല്ലാ വീഡിയോ ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള ഡൗട്ടുകളും നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ ഈ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് കിട്ടും. ഇത് ആർക്കൊക്കെ പഠിക്കുക ചെയ്യാന്നുള്ള സംശയം ഉണ്ടായിരിക്കും. ബേസിക് കോഡിംഗ് അറിയുന്ന എല്ലാവർക്കും പഠിക്കാം. അപ്പൊ ബേസിക് കോഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ 100K കോഡിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നമ്മുടെ സീരീസ് ഉണ്ട്. അത് പോയിട്ട് വാച്ച് ചെയ്യാം. അത് ചെയ്ത് നോക്കണം. അത് സീലും ജാവയിലൊക്കെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫ്ലട്ടറിൽ ഡാർട്ട് അല്ല ലാംഗ്വേജ്, അതുകൊണ്ട് ഇത് പഠിക്കണമെന്നൊക്കെ വിചാരിക്കും. അത് പഠിക്കണം. ബേസ് തൊട്ട് കാര്യങ്ങൾ വെച്ചാൽ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ്, ലൂപ്പും അറേയും കൺസെപ്റ്റുകളും ഒബ്ജക്റ്റ് കൺസെപ്റ്റുകളും എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് മനസ്സിലായ ഒരാൾക്ക് ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. സോ ആദ്യം തന്നെ പോയിട്ട് 20ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 100K കോഡിംഗ് ചലഞ്ച് എന്നുള്ള സീരീസ് നോക്കുക. ബേസിക് കോഡിംഗ് അറിയാത്തവർ, ബേസിക് കോഡിംഗ് കുറച്ച് കൺസെപ്റ്റുകളൊക്കെ അറിയാം, ലൂപ്പ് അറിയാം, എന്താണെന്നൊക്കെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ എന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ അവരത് നോക്കണ്ട. അല്ലാത്തവർ അത് നോക്കിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് ഈ ഫീൽഡിൽ കിടക്കുന്ന ആരോയിക്കോട്ടെ, കോഡിംഗ് എന്താണെന്നുള്ളത് ആ ഒരു സീരീസ് കൊണ്ട് ഈസി ആയിട്ട് മനസ്സിലാവും. ആ 10 വീഡിയോ പോയി വാച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 100Kയിലൊക്കെ പഠിച്ചിട്ടുള്ള ബേസിക് കോഡിംഗ് എല്ലാം നമ്മൾ ഡാർട്ട് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് കവർ ചെയ്ത് പോകും. പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കും. അല്ലാത്ത മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ സിമ്പിളായിട്ട് സീലും ജാവയിലും കവർ ചെയ്യേണ്ട 100K കോഡിംഗ് ചലഞ്ചിൽ കവർ ചെയ്ത ടോപ്പിക്കുകളാണെങ്കിൽ നമ്മൾ കുറച്ച് ചിലപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ 100K കോഡിംഗ് ചലഞ്ച് തീർക്കണം എന്നുള്ളത്. ഡാർട്ടിന്റെ ബേസിക്സ് കവർ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്ലട്ടറിലോട്ട് പോകും. ഫ്ലട്ടർ ഇൻസ്റ്റാളേഷനും മറ്റു കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് ദെൻ നമ്മൾ പതിയെ ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡിലും iOSൽ കൊണ്ടുവരികയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഇതിൽ വലിയ 2 പ്രൊജക്റ്റുകളുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെറിയ സാമ്പിൾ പ്രോജക്റ്റുകൾ ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു പേഴ്സണൽ മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യും. അതായത് ലോക്കൽ ഡാറ്റാബേസുമായുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും നമ്മൾ പേഴ്സണൽ മണി മാനേജ്മെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനോ iOS ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2ാമത്തെ പ്രൊജക്റ്റ് ആയിട്ട് വെബുമായിട്ടുള്ള ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒരു ഫുൾ പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യും. അപ്പോൾ അതിന് വേറെ ഡാറ്റാബേസും വേറെ സർവീസൊക്കെ ഉപയോഗിച്ച് വേറെ സെർവറിൽ നിന്ന് വെബ് സർവീസ് എടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്ലട്ടറിന്റെ കാര്യത്തിൽ പറയണ്ടല്ലോ, ഒരുപാട് നല്ല റിച്ച് UI വിഡ്ജറ്റുകളും നല്ല ഡിഫറൻറ്റ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ അതിനുള്ളിലുണ്ടാവും. ഇതെല്ലാം കൂടി കവർ ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും പ്രാവശ്യം. ഇത് കഴിയുന്നതോടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റി ആവും. അത് നമ്മൾ ഉറപ്പ് വരാം. ഇതിൽ ലാപ്ടോപ്പ് വേണ്ടത് നമുക്ക് മിനിമം ഒരു 8 GB റാമെങ്കിലും ഉള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം സംഘടിപ്പിക്കാൻ
ചെയ്യാൻ നോക്കുക. ഒരു i3 i5 ആയാലും കുഴപ്പമില്ല, റാം കുറച്ച് കൂടുതൽ വേണം. പിന്നെ ചില ആൾക്കാർക്ക് റാം കുറവാണ്, ഇപ്പോൾ 4GB റാമൊക്കെ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡെവലപ്മെന്റ് ഫ്ലട്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന എമുലേറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഫോണില്ലെങ്കിൽ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ ആപ്പ് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതാണ് എമുലേറ്റർ എന്ന് പറയാം. അപ്പോൾ ആ സംഭവം ലോഡ് ചെയ്യാൻ കുറച്ച് റാം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 8GB പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതിയായിരിക്കും. 4GB റാം വെച്ചിട്ട് നമുക്ക് ഡെവലപ്മെന്റ് മുന്നോട്ട് പോകാം. 4GB ഉള്ളവരും വരേണ്ട ആവശ്യമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഓരോരുത്തരുടെ സിസ്റ്റത്തിന്റെ എന്തൊക്കെ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നോക്കാം നമുക്ക്. പെർഫോമൻസ് എന്തായാലും 8GB ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അത് സംഘടിപ്പിക്കാൻ നോക്കുക. 4GB ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവർക്കും അറിയാലോ, iOS ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ നമുക്ക് മാക്ക് വേണം. സോ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാക്ക് സംഘടിപ്പിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതേസമയം ആൻഡ്രോയിഡ് iOS ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് പഠിച്ചിട്ട് ജോലി കിട്ടാൻ ഡിഗ്രി വേണോ, അത് വേണോ, ഇത് വേണോ, ബിടെക് വേണോ, MCA വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു ഡിഗ്രീൻ്റെ ആവശ്യമില്ല. സ്കില്ലുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് 2 ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈവിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ITPയുടെ പ്രത്യേകത അതാണ്. അവിടെ ഇന്റർവ്യൂ എടുത്താൽ വേറെ ഒരുപാട് വഴികളുണ്ട്. അത് കമ്പനീസ് നടത്തിക്കോളും. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞാൽ, പുതിയ ആൾക്കാരൊക്കെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ഡിഗ്രി ഇല്ല, ബിടെക് ഇല്ല, BCA പഠിച്ചിട്ടില്ല, ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. പറഞ്ഞ 100K കോഡിംഗ് ചലഞ്ച് തീർക്കുക, നമ്മുടെ സീരീസ് കംപ്ലീറ്റ് ചെയ്യുക, നേരെ ഒരു ആപ്പ് ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് കമ്പനിയിലോട്ട് ജോബിന് കയറാൻ പറ്റും. ഈ ചലഞ്ചിൽ നമ്മളെല്ലാ തവണത്തെയും പോലെ ഒരുപാട് ക്യാഷ് അവാർഡ്സ്, ഒരുപാട് ഗിഫ്റ്റും സോഗേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലോട്ട് വരാൻ പോവുകയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് പ്രാവശ്യം. അപ്പോൾ അതൊക്കെ നമ്മൾ സീരീസ് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുക എന്തൊക്കെയാണ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ. എല്ലാവരും ചലഞ്ച് ഏറ്റെടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. അതിന് പുറമെ വലിയൊരു ടാസ്ക് ഓഫ്സാണ് നിങ്ങൾക്ക് തരും. അതും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളോട് ക്യാഷ് അവാർഡും ഗിഫ്റ്റൊക്കെ മേടിച്ചെടുക്കുക. പ്രാവശ്യം നമ്മുടെ സീരീസിൽ എൻ്റെ കൂടെ വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളാണ്. 2+ years ഫ്ലട്ടറിലും മൊബൈൽ ഡെവലപ്മെന്റിലും മൊത്തത്തിൽ 3+ years എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെവലപ്പറാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ ഈ സീരീസ് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളെ കുറേ കാര്യങ്ങളും കഥകളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആളാരാന്ന് സംശയം ഉണ്ടാവും. ആള് സീരീസിൽ വരട്ടെ, അപ്പോഴേ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 100K ചെയ്യേണ്ട ഒരു 100K ചെയ്ത് സെറ്റ് ചെയ്യുക, ലാപ്ടോപ്പൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. 30 ദിവസം കൊണ്ട് ആപ്പ് ഡെവലപ്പേഴ്സ് ആകാൻ പോവാണ്. അപ്പോൾ ഡേറ്റ് എത്രയായിരുന്നു? October 20th 6 മണിക്ക്.